അടുത്ത മാസം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ രാമനവമി ഘോഷയാത്രയ്ക്കിടെ സംഘർഷമുണ്ടായി. വെള്ളിയാഴ്ച നടന്ന ഘോഷയാത്രയ്ക്കിടെ ഉണ്ടായ തർക്കം അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. വിവിധ ഇടങ്ങളിൽ കല്ലേറ് നടന്നതായും നിരവധി കടകൾക്ക് തീവച്ച സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. രാമനവമിയുമായി ബന്ധപ്പെട്ട് വെള്ളിയാഴ്ച നടന്ന ഘോഷയാത്രയിലാണ് വ്യാപകമായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. മുർഷിദാബാദിലെ ജംഗിപ്പൂരിൽ പ്രവർത്തിക്കുന്ന ഒരു ആശുപത്രിക്ക് സമീപത്തുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലാണ് വ്യാപകമായി നാശനഷ്ടങ്ങൾ ഉണ്ടായത്. മുസ്ലിം ഉടമസ്ഥയിലുള്ള 40ഓളം കടകളാണ് ഹിന്ദുത്വ സംഘടനകൾ ആക്രമിക്കുകയും കൊള്ളയടിക്കുകയും തീ വെക്കുകയും ചെയ്തത്. ടെലഗ്രാഫ് റിപ്പോർട്ട് പ്രകാരം വെള്ളിയാഴ്ച ജുമാ നടക്കുന്ന സമയത്ത് പള്ളിക്ക് 200 മീറ്റർ അകലെ വരെ രാമനവമി ഘോഷയാത്ര വരികയും അതിലെ അംഗങ്ങൾ ഉച്ചത്തിൽ പാട്ടുകൾ വെക്കുകയും അവിടെ നൃത്തം ചെയ്യുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ തർക്കമാണ് പിന്നീട് സംഘർഷത്തിന് കാരണം. സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസിനെയും കേന്ദ്രസേനയെയും പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. പോലീസ് നോക്കി നിൽക്കുമ്പോൾ ഹിന്ദുത്വവാദികൾ അക്രമം തുടർന്നതായി നാട്ടുകാർ പറഞ്ഞു. ഈ മേഖലയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിലവിൽ സ്ഥിതി നിയന്ത്രണ വിധേയമാണെന്നും പോലീസ് റൂട്ട് മാർച്ച് നടത്തി വരികയാണെന്നും മുർഷിദാബാദ് DIG അജിത് സിംഗ് യാദവ് അറിയിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ നടന്ന ഈ അക്രമം രാഷ്ട്രീയ വിവാദങ്ങൾക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ്. അക്രമം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്ന് BJP നേതാവ് ധനഞ്ജയ് ഘോഷ് ആരോപിക്കുന്നു. അതേസമയം കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്ന് ജംഗിപ്പൂർ നഗരസഭാ ചെയർമാൻ മുഫീസുൽ ഇസ്ലാം ആവശ്യപ്പെട്ടു. അക്രമികളെ കണ്ടെത്താൻ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണ്. 294 അംഗ പശ്ചിമബംഗാൾ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ 23, 29 തീയതികളിലാണ് നടക്കുന്നത്. മെയ് 4-നാണ് അവിടെ വോട്ടെണ്ണൽ. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമൻ്റെ ജന്മദിന ആഘോഷമാണ് രാമനവമി. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ദിവസമാണത്. ഇത്തവണ രാമനവമി ഘോഷയാത്രയ്ക്ക് മുമ്പ് കർശന മുന്നറിയിപ്പുമായി പശ്ചിമ ബംഗാൾ അധികൃതർ രംഗത്ത് വന്നിരുന്നു. പരിപാടിയുടെ സമയത്ത് ആയുധങ്ങളോ നിരോധിത വസ്തുക്കളോ കൊണ്ടുപോകുന്നത് കർശനമായി നിരോധിച്ചിരുന്നു. സമാധാനപരമായ ആഘോഷം ഉറപ്പാക്കാൻ പോലീസ് സംഘാടകരുമായി ഏകോപന യോഗങ്ങളും ചേർന്നിരുന്നു. രാജ്യത്തിന്റെ പലയിടത്തും രാമനവമി ആഘോഷങ്ങളുടെ അനുബന്ധിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സർക്കാർ മുൻകരുതലുകൾ സ്വീകരിച്ചത്. എന്നാൽ ഇത്തവണയും ഈ ഘോഷയാത്ര അക്രമത്തിൽ തന്നെ കലാശിക്കുകയായിരുന്നു. എന്നാൽ ഇതേ ബംഗാളിൽ തന്നെ രാമനവമി ആഘോഷിക്കുന്ന ഹിന്ദു വിശ്വാസികളെ മുസ്ലിം യുവാക്കൾ വെള്ളം നൽകി സ്വീകരിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. 2024 ഡൽഹിയിലും മധ്യപ്രദേശിലും അടക്കം രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും രാമനവമി ആഘോഷം വർഗീയ ലഹളയിലേക്ക് നീങ്ങിയപ്പോൾ ബംഗാളിലെ സിലിഗുരിയിൽ മതസൗഹാർദ്ദത്തിന്റെ വേറിട്ട കാഴ്ചയാണ് കണ്ടത്. രാമനവമി ആഘോഷത്തിന്റെ ഭാഗമായി നടന്ന ഘോഷയാത്രയ്ക്കിടെയായിരുന്നു ഒരു സംഘം മുസ്ലിം യുവാക്കൾ കുടിവെള്ളം നൽകി ഹിന്ദു വിശ്വാസികളെ സ്വീകരിച്ചത്. 4000 കുപ്പി വെള്ളമാണ് ഇവർ വിതരണം ചെയ്തത്. പരസ്പരം ആലിംഗനം ചെയ്തും സ്നേഹം പങ്കുവച്ചുമാണ് ഇവർ ആഘോഷക്കാരെ വരവേറ്റത്. ഈ സ്വീകരണത്തിന് റാലിക്കെത്തിയ ആളുകൾ നന്ദി പറയുകയും ചെയ്തു. ഇത്തരം നല്ല മാതൃകകളെല്ലാം മാറ്റിവെച്ചുകൊണ്ടാണ് ഇപ്പോൾ വീണ്ടും അക്രമങ്ങൾ അരങ്ങേറിയിരിക്കുന്നത്. ഇതൊന്നും യാദൃശ്ചികമായി സംഭവിക്കുന്നതല്ല എന്ന് വേണം കരുതാൻ. കൃത്യമായ പ്ലാനിങ്ങോടെ ചിലർ ആസൂത്രണം ചെയ്താണ് ഈ ആക്രമണവും തീവപ്പും എല്ലാം നടത്തുന്നത്. മര്യാദാ പുരുഷോത്തമൻ എന്നാണ് ശ്രീരാമൻ അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജന്മദിന ആഘോഷമാണ് ഇപ്പോൾ രാജ്യത്ത് എല്ലാ വർഷവും ഇത്തരം വർഗീയ ലഹളകൾ ഉണ്ടാക്കുന്നത്.